ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് ക്യാമറയിലേക്ക് എങ്ങോട്ടാണ് നോക്കണ്ടതെന്നൊരു ഡൗട്ടാട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ എങ്ങോട്ടാണ് നോക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് കൂടി ഉണ്ടായിരുന്നില്ല. എനിക്കാണെന്ന് വെച്ചാൽ ക്യാമറയിലേക്ക് നോക്കണോ അതോ നേരെ നോക്കണോ എന്ന് അറിയാത്തതിൻ്റെ ഡൗട്ടിലാട്ടോ ക്യാമറ പിടിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീടിനെ കുറിച്ച് ഞാൻ പിന്നെ ഒരു ദിവസം ഒരു വീഡിയോ ഇടാം. ഇപ്പോൾ ഞങ്ങൾ ചാർമിനാർ കാണാനാണ് കേട്ടോ പോകുന്നത്. ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട കുറച്ച് അധികം സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് കേട്ടോ ചാർമിനാർ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ വഴിയോര കച്ചവടക്കാർ ധാരാളം ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയിൽ നല്ല ഫ്ലവേഴ്സും അല്ലാതെ ഫ്രൂട്ട്സ് പിന്നെ ചെടിച്ചട്ടികൾ അങ്ങനെ നമ്മളെ വല്ലാതെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള പല സാധനങ്ങളും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് തണുപ്പും കാറ്റൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ. ചില സമയത്ത് നല്ല മൂടൽമഞ്ഞും ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചാർമിനാർ കാണാൻ തന്നെ നല്ല രസമുണ്ട്. നല്ല തിരക്കുമുണ്ട്. പിന്നെ കുറേ അധികം കച്ചവടക്കാരും ഉണ്ട്. ഇവിടെ മെയിനായിട്ട് കച്ചവടക്കാരാണ് കേട്ടോ കൂടുതൽ. നമ്മളതിനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഈ ചാർമിനാറിൻ്റെ തൊട്ട് താഴെയിട്ട് ഒരു ദേവിയുടെ ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം അവിടേക്കാണ് പോയത്. അവിടെ പോയി തൊഴുതിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിന്നത്. ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഈ കണ്ടത്. ഒരാൾക്ക് ടിക്കറ്റിന് 25 രൂപയാണ് കേട്ടോ വാങ്ങിക്കണത്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി ഉള്ളിലേക്ക് കയറാനും ഇവിടെ ചെക്കിങ് ഉണ്ട്. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത് കേട്ടോ. ഞങ്ങൾ 2 ടിക്കറ്റാണ് എടുത്തത്. അതിലത്തെ ഒരു ടിക്കറ്റ് കാണാണ്ടായിരുന്നില്ല. എന്നാലും അവർ ഞങ്ങളെ അകത്തേക്ക് കയറ്റി. ഇങ്ങനെ സ്റ്റെപ്പ് കയറണം, കുറേ അധികം സ്റ്റെപ്പ് കയറണം, എന്നാലേ നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. അത് നല്ല വളഞ്ഞ് തിരിഞ്ഞിട്ടുള്ള നല്ല ഹൈറ്റുള്ള സ്റ്റെപ്പുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സ്റ്റെപ്പുകൾ കയറാൻ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഇത്രയും ഉയരത്തിൽ നിന്നിട്ട് ഈ നഗരം മൊത്തം കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഹൈദരാബാദ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ് കേട്ടോ ചാർമിനാർ. അത് കാരണം തന്നെ ഇവിടെ ഓരോ ദിവസം കൂടുന്തോറും ജനങ്ങൾ ഇത് കാണാൻ വിനോദസഞ്ചാരികളായിക്കോട്ടെ ഈ നാട്ടിലത്തെ ആളുകളായിക്കോട്ടെ വേറെ നാട്ടിലത്തെ ആൾക്കാരായിക്കോട്ടെ എല്ലാവരും വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്ന കൊത്തുപണികളൊക്കെ അതിമനോഹരമാണ് കേട്ടോ കാണാൻ. ഒരു രാജകൊട്ടാരത്തിൽ ഇരുന്നിട്ട് അങ്ങ് നോക്കണ മാതിരിയൊക്കെ തോന്നുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇപ്പം തന്നെ നല്ല തിരക്കാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്കൊരു വലിയ പള്ളി കാണാം കേട്ടോ. അത് ഈ നാട്ടിലത്തെ ഏറ്റവും വലിയ പള്ളിയാണ്. ചാർമിനാർ കാണാൻ വരുന്ന എല്ലാവരും ആ പള്ളിയിലേക്ക് പോവാറുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ടൈം കഴിയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു 5 മണി 5:30 ആയി സമയം. അപ്പോൾ ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. കണ്ടില്ലേ, താഴേക്ക് ഇറങ്ങുമ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നല്ല വലിയ സ്റ്റെപ്പാണ്, പിന്നെ തിരിഞ്ഞിറങ്ങണം, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ അത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇനിയാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള കുറേ കച്ചവടക്കാർ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ഈ ചാർമിനാർ ഉണ്ടായതിൻ്റെ ചരിത്രമാണ് കേട്ടോ അവിടെ എഴുതിയിട്ടുള്ളത്. നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതെങ്ങനെയാണ് സ്ഥാപിച്ചത്, എപ്പോഴാണ് സ്ഥാപിച്ചത് എന്നൊക്കെ ഇതിൽ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കുൽഫി വാങ്ങിച്ചു. പക്ഷേ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല. പുറത്തിറങ്ങി ഇനി നമുക്ക് പർച്ചേസിനുള്ളതൊക്കെ കാണാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. കുറേ ഫ്ലവേഴ്സ്, ബാഗുകൾ, അങ്ങനെ നമ്മളതിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ വാങ്ങിക്കാൻ കിട്ടും. റേറ്റ് കൂടിയ സാധനങ്ങളും കുറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ നമ്മളത് നന്നായി നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഇവിടുന്ന് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കേട്ടോ. നല്ല ഭംഗിയിൽ കണ്ടപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിച്ചു. ഷൂ ടൈപ്പ് മോഡലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. കഴിഞ്ഞിട്ട് ഒരു കമ്മലും വാങ്ങിച്ചു. അങ്ങനെ കുറേ ഒന്നും വാങ്ങിച്ചില്ല. എനിക്ക് ഈ തോനെ കണ്ടു കഴിഞ്ഞാൽ എന്തെന്താ വാങ്ങിക്കേണ്ടതെന്ന് അറിയാത്ത കാരണം കൺഫ്യൂഷൻ കാരണം ഞാൻ ഈ 2 സാധനം മാത്രം വാങ്ങിച്ചുള്ളൂ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ
നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം എല്ലാ കടയിലും പിന്നെ നടന്നു പോണ ആൾക്കാരും അങ്ങനെ കുറേ റോഡേ ഉണ്ടായിരുന്നില്ല. കച്ചവടക്കാരങ്ങോട്ട് റോട്ടിലേക്കും കൂടി ഇറങ്ങിയിട്ടാണ് കച്ചവടം ചെയ്യണത്. ഇടയ്ക്കിടയ്ക്ക് പോലീസ് ചെക്ക് ചെയ്തിട്ട് വഴി കൊടുക്കണുണ്ട്. അവർ പോയ വഴിക്ക് തന്നെ വീണ്ടും റോഡിലേക്ക് ഇറങ്ങിയിട്ട് കച്ചവടം ചെയ്യൽ തുടങ്ങും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇനി വൈൻഡപ്പ് ചെയ്യാറ് സമയമായിട്ടോ. ഇനി പുതിയ ഹൈദരാബാദ് വിശേഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരും. അതുവരേക്കും എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുക. ടാറ്റ ബൈ ബൈ. വീണ്ടും കാണാം.